അങ്ങനെ ദ മോസ്റ്റ് എവൈറ്റഡ് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് വന്നു നമ്മുടെ ജനനായകന്റെ. അത് നമ്മുടെ തലപതി വിജയ്, സോറി ഇടയ്ക്കിടയ്ക്ക് ഞാൻ മറക്കുന്നു, ദ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാടു സി ജോസഫ് വിജയ്. ഇപ്പൊ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്, സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റിന്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്. കുറെ നാൾ എല്ലാവരും വെയിറ്റ് ചെയ്തൊരു പോസ്റ്ററാണ്. കാരണം എല്ലാവരും സിനിമ ഡേറ്റ്, റിലീസ് ഡേറ്റ്, OTT ഡേറ്റ് അല്ലെങ്കിൽ ട്രെയിലർ ഡേറ്റ്, അതിനെല്ലാ ഡേറ്റിനും അതിൻ്റെ എല്ലാ അപ്ഡേറ്റിനും വേണ്ടി വെയിറ്റ് ചെയ്യും. പക്ഷെ ഒരു സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ഇത്രയും ആൾക്കാർ ഇത്രയും പീക്കായിട്ട് വെയിറ്റ് ചെയ്തൊരു സിനിമ ഇതുവരെ വന്നിട്ടില്ല, ഇനി വരത്തുമില്ല. ദാറ്റ്സ് അത് അടിച്ച് പറയാം, ഇനി അങ്ങനെ വരത്തുമില്ല. ആ ഒരു പടത്തിന് വേണ്ടി ഇത്രയും വെയിറ്റ് ചെയ്യുക, പടത്തിനല്ല ഒരു സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ഇത്രയും വെയിറ്റ് ചെയ്ത ഒരു സിനിമ വേറെ കാണത്തില്ല. അങ്ങനെ ഇത്രയും നാളത്തെ വെയിറ്റിങ്ങിന് ശേഷം വന്നു, ദ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് വന്നു. സർട്ടിഫിക്കറ്റ് ആണ്. എല്ലാവരും ചിന്തിച്ച പോലെ തന്നെയാണ് സർട്ടിഫിക്കറ്റ് ആണ് സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എല്ലാവരും പറഞ്ഞു വെച്ച് ഭയങ്കര വയലൻസ് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അതിൽ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മൂവി ഓഫ് തലപതി, സർട്ടിഫിക്കറ്റ് ഉള്ള ആദ്യത്തെ അവസാനത്തെ മൂവി അത് ജനനായകനാണ്. പക്ക പ്യുവർ സർട്ടിഫിക്കറ്റ് ഇതുവരെ ഒരു സിനിമയും കിട്ടിയിട്ടില്ല. സാധാരണ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത്, പക്ഷെ ഇതിന് പക്ക സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. ആണല്ലോ അല്ലേ? എനിക്ക് മാറിപ്പോയെന്ന് ഞാൻ ചെക്ക് ചെയ്യട്ടെ. ഇല്ല ഇല്ല ഇല്ല, സർട്ടിഫിക്കേഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ സർട്ടിഫിക്കറ്റ് ഉള്ള ആദ്യത്തെ മൂവിയാണ്. പക്ഷേ ഇതിൽ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ടൈറ്റിൽ കാർഡ് മാറും എന്നാണ് മെയിൻ ഒരു ഡൗട്ട്. മാറി എന്ന് തന്നെയാണ് തോന്നുന്നത്. ദ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാടു സി ജോസഫ് വിജയ് എന്നാക്കി മാറ്റിയിട്ടുണ്ടവർ. അങ്ങനെ ആക്കി മാറ്റി എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. അങ്ങനെ വരാനാണ് ചാൻസ്. ഇല്ല, അങ്ങനെ വരും, അങ്ങനെ തന്നെ വരും. അത് തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത്. എൻ്റെ മോനെ, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ തിയേറ്റർ ബ്ലാസ്റ്റ് ആയിരിക്കും. ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റ് അടിപൊളിയായിരിക്കും. എനിക്ക് തകർക്കും. ആ ഒരു ടൈറ്റിൽ കാർഡിന് വേണ്ടി മാത്രം സിനിമ കാണാൻ പോവാം. ഇറ്റ്സ് എ പീക്ക് ഓറ ആൻഡ് ദ പീക്ക് എക്സ്പീരിയൻസ്. മനസ്സിലായില്ലേ? ആ ഒരു ഓറ, എന്താ 1000+ ഓറ എന്നൊക്കെ പറയൂലേ, ആ സെറ്റപ്പ് അത് കിട്ടും. അത് കാണുമ്പോൾ എന്തായാലും കിട്ടും. അങ്ങനെ സർട്ടിഫിക്കേഷൻ വന്നു. പക്ഷേ റിലീസ് ഡേറ്റ് അത് ഫിക്സ് ചെയ്തിട്ടില്ല. കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ് കിടക്കുക. പക്ഷെ പല മറ്റേ പ്രൊഡക്ഷൻ അല്ല, ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയും പല സ്ഥലത്ത് UAE-ലോ USA-ലോ അവിടെ എവിടേക്കോ സർട്ടിഫിക്കേഷൻ അവർ ഇത് ചെയ്തിട്ടുണ്ട്. മീൻസ് റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അവർ ബുക്കിംഗ് വരെ തുടങ്ങി എന്നൊക്കെ പറയുന്നത് കേട്ടോ. അതെന്താണ് സംഭവം എന്നറിയില്ല. പക്ഷേ ഇതുവരെയായിട്ട് ഇവിടെ വന്നിട്ടില്ല. ജൂലൈ 24 അവർ കൊടുത്തിട്ടുള്ള ഡേറ്റ്. അത് തന്നെയാണ് ഇപ്പോഴും നന്നായിട്ട് കേൾക്കുന്നത്, ജൂലൈ 24. അതിൽ തന്നെ വരാനാണ് ചാൻസ്. വന്നാൽ പൊളിക്കും. പിന്നെ ഒരു സംഭവം, ഈ സിനിമ ഇനി എത്ര കോടി കളക്ട് ചെയ്യുമെന്ന് ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇത്രയും ലീക്കായിട്ട് ഇത്രയും ആൾക്കാരിലേക്ക് എത്തിയ ഒരു സിനിമയാണ് ജനനായകൻ എന്ന് പറയുന്നത്. അത് അത്രയും വെയിറ്റ് ചെയ്തൊരു പടം, എത്രയും പേർക്ക് ലീക്കായി അങ്ങനെ പോയൊരു പടമാണ്. പക്ഷെ ലീക്കായിട്ടും ഒരു പടം 500-600 കോടി അടിക്കാൻ പറ്റുമോ എന്നുള്ളത് ഈ സിനിമ, ആ ഒരു പൊട്ടൻഷ്യൽ ആ സിനിമയ്ക്ക് ഉണ്ട്. ആ സിനിമയ്ക്ക് ആ ഒരു പൊട്ടൻഷ്യൽ എത്രത്തോളം ആണെന്നുള്ളത് റിലീസ് കഴിഞ്ഞ് എല്ലാവർക്കും മനസ്സിലാവും. ആ സിനിമയ്ക്ക് അത്രയും ഒരു പൊട്ടൻഷ്യൽ ഉള്ള പടമാണ് മെയിൻലി തലപതി പടം. അതൊരു കാര്യം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ദ ലാസ്റ്റ് മൂവി, ദ വൺ ലാസ്റ്റ് ടൈം വിജയ്. ഭയങ്കര മിസ്സിങ് പറയുമ്പോൾ പോട്ടെ, അല്ല എന്ത് പറഞ്ഞിട്ട് കാര്യം. അതായത് വിജയുടെ ലാസ്റ്റ് മൂവി. അപ്പം അങ്ങനത്തെ ഒരു സംഭവം ആ സിനിമയ്ക്കകത്തുണ്ട്. ആ ഒരു എന്താ പറയുക, അത് കിടപ്പുണ്ട്. അപ്പം അത് എന്തായാലും സിനിമയ്ക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യും. അതിന് എത്ര ലീക്കായി എത്ര പേര് കണ്ടെന്ന് പറഞ്ഞാലും അവരെല്ലാം തിയേറ്ററിൽ പോയി കാണും. അതിലൊരു 3/4 പേരും സിനിമ തിയേറ്ററിൽ പോയി കാണും, ഉറപ്പായിട്ടും കാണും. അതൊരു എക്സ്പീരിയൻസ് ആണ്. ഇനി എത്ര ലീക്ക് പ്രിന്റ് കണ്ടാലും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. അപ്പൊ അതിൻ്റെ ഒരു പൊട്ടൽ ഇനി എത്ര കോടി കളക്ട് ചെയ്യും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ദ ലാസ്റ്റ് എന്താ പറയുക, ഫൈനൽ കളക്ഷനൊക്കെ എത്രയാവും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഫസ്റ്റ് ഡേ കളക്ഷൻ എന്തായാലും തൂക്കും, ഫൈനൽ ഡേ കളക്ഷനും തൂക്കും എന്നാണ് പ്രതീക്ഷ. മീൻസ് ഞാൻ ബെറ്റൊന്നും വെച്ച് ഇങ്ങനെ പറയുന്നതല്ല, തൂക്കും, ഉറപ്പായിട്ടും തൂക്കും, ഉറപ്പാണ്. അതിനെ ബെറ്റ് വയ്ക്കേണ്ട കാര്യമില്ല, ഉറപ്പാണ്. അപ്പം അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഉള്ള പടമാണ് ജനനായകൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ തന്നെ ചീഫ് മിനിസ്റ്ററുടെ ഫസ്റ്റ് മൂവി, തലപതി വിജയുടെ ലാസ്റ്റ് മൂവി, അതാണ് ജനനായകൻ. അങ്ങനത്തെ ഒരു ബന്ധം അവർ തമ്മിൽ ഒരു സംഭവം ആ സിനിമയ്ക്ക് കിടപ്പുണ്ട്. അപ്പം അത് സിനിമയ്ക്ക് നല്ല ഗുണം ചെയ്യും. എന്തായാലും കണ്ടറിയാം. പക്ഷെ വെയിറ്റ് ചെയ്യുന്നത് മെയിൻലി ഈ ഒരു ടൈറ്റിൽ കാർഡിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ തലപതി വിജയ്, പുള്ളിക്കാരനും വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. വരട്ടെ.
റിലീസ് ഡേറ്റ് ഉടനെ വരട്ടെ. പീക്ക് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. അതുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. കാരണം കുറേ നാൾ കാത്തിരുന്നതല്ലേ, എല്ലാവരും ഈ ഒരു സർട്ടിഫിക്കേഷൻ വരും വന്നാൽ മതി എന്ന് പറഞ്ഞ് കാത്തിരുന്നൊരു സർട്ടിഫിക്കേഷനാണ് ഈ സിനിമയുടെ. അതപ്പോൾ വന്നപ്പോൾ ഒരു ഭയങ്കര സന്തോഷം. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം. അപ്പോൾ സിനിമ വരട്ടെ, റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്യട്ടെ, വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ ജനനായകൻ വരാർ. വഴിവിട. ഓക്കെ, ബൈ.